എല്ലാവർക്കും ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹാർഡ് കോർ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലെ എല്ലാവർക്കും സ്വാഗതം. സോ വെൽക്കം ബാക്ക് ടു ഡ്രാഗോസ്. അപ്പോൾ നമ്മൾ ഫൈനലി അടുത്തൊരു എപ്പിസോഡായിട്ട് വന്നേക്കാണ്. ഡേ 2 ആണ്. സോ നമ്മൾ ഡേ 1 എവിടെ നിന്നിരുന്നതെന്നറിയാം, ഒരു വില്ലേജിലായിരുന്നു. സോ ഡേ 2 നമ്മൾ ഇന്ന് ഡേ 5 ആയി ഗൈസ്. എപ്പിസോഡ് നമ്പർ 1 നമ്മൾ നിന്നിരുന്ന ഒരു വില്ലേജിലാണ്. സോ ആ വില്ലേജിൽ നിന്നും നമ്മൾ ഇത്രയോ പോകുന്നു. ഏകദേശം നമ്മളിപ്പം 3000 ബ്ലോക്കോളം കവർ ചെയ്തു. 3500 4000 കവർ ചെയ്യാനായി ഗൈസ്. ഓക്കെ, അപ്പം എന്താ പറയുക, ഒരുപാട് ദൂരം വന്നു ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരുപാട് ഫുഡും ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗൈസ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് നെതർ പോർട്ടൽസും റൂയിൻ്റെ പോർട്ടലും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. സോ അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ ഫുഡും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആൻഡ് ഓൾ ഓവർ നമ്മുടെ ഇൻവെൻറ്ററി ഫുള്ള് നിറഞ്ഞപ്പം നമുക്കൊരു വില്ലേജിൽ നിന്ന് ഒരു ബാഗ് കിട്ടിയിരുന്നു. പിന്നെ വേറൊരു വില്ലേജിൽ നിന്ന് വേറൊരു ബാഗും കിട്ടി. സോ അങ്ങനെ നമ്മളതിലിപ്പോൾ 4-5 ബാഗുണ്ട്, 2 ബാഗുണ്ട്. സോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നല്ലൊരു പ്ലേസ് ഇതുവരെ കിട്ടിയോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ആ ഒരു മലയുടെ മീതെയോ അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ചുകൂടി ഒന്ന് പോയി നോക്കാം എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. പൊട്ടാറ്റോ ഓക്കെ. അപ്പോൾ ഫുഡ് നമ്മൾ ഒക്കെ എടുത്തേക്കാം. നമുക്ക് ഫുഡിന് ക്ഷാമം വരരുത്. ഫുഡ് മൊത്തം നമ്മൾ എടുക്കുക, കാരണം ഫുഡ് നമുക്ക് ക്ഷാമം വരരുത്. നമ്മൾ മതി ഓക്കെ. നമുക്കിനി അയൻകോളത്തിന് തട്ടിയിട്ട് നമ്മുടെ ആർമറൊക്കെ നോക്കിയാൽ കാണാം. ഇതൊക്കെ നമുക്ക് വില്ലേജിൽ നിന്ന് കിട്ടിയതാണ്, റൂയിൻ്റെ പോർട്ടൽ അവിടെ നിന്നൊക്കെ കിട്ടിയതാണ്. സോ എടുത്തിട്ടേക്കാം, സേഫ്റ്റി അല്ലേ. അതിനുമ്പോൾ നമുക്ക് ഫസ്റ്റ് അയൻകുളത്തെ തട്ടം. ഇവനെ തട്ടണം. തന്നെ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. വില്ലേജിൽ നിന്ന് എടുത്തതെല്ലാം വില്ലേജിൽ തന്നെ വെച്ച് കൊടുക്കാം ഗൈസ്. ഓക്കെ, എങ്ങനെന്ത് പറയുന്നു, എവിടെ എടുത്തതെല്ലാം നമ്മൾ വില്ലേജിൽ വെച്ച് കൊടുത്ത് അത്ര വലിയ നന്മവരാവുന്നൊന്നുമില്ല. ഇവിടെ മതി. നമുക്ക് മഞ്ഞപ്പെട്ട് വേണ്ട ഗൈസ്. നമ്മളതിൽ ഒരുപാട് പൂളുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഗൈസ്. ഓക്കെ, സോ ഓക്കെ, ബ്ലാക്ക് ഉണ്ടാക്കാം ഗൈസ്. ഓക്കെ, അവിടെ ഇരിക്കണം, നമുക്ക് പോകാം ഗൈസ്. നമ്മളിൽ ഒരുപാട് അയണുണ്ട്. ഞാൻ എന്തായാലും നല്ലൊരു പ്ലേസ് നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇനി ദൂരമൊന്നും പോകില്ല. കൂടിപ്പോൾ ഒരു 4000 അതിനുള്ളിൽ ഞാൻ എവിടെയെങ്കിലും സെറ്റിലാവാൻ നോക്കട്ടെ ഗൈസ്. സോ എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി നമ്മൾ ഒരു പ്ലേസിൽ ഫിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 6000 ബ്ലോക്ക് നമ്മളിപ്പോൾ കവർ ചെയ്തു. എന്താ പറയുക, നമ്മളിപ്പം ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇവിടുത്തെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കാനുണ്ട്. സോ നമ്മളിപ്പോൾ ഫുഡും കാര്യങ്ങളും കുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയണും കാര്യങ്ങളും കുക്ക് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു സെക്കൻഡ് എപ്പിസോഡിൽ നമുക്ക് ഫുൾ സെറ്റ് അയൺ ആർമർ ആവാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മൾ ഈ വരുന്ന വഴിക്ക് അയൺ കോളത്തെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുറേ കേവുകളിൽ നിന്നും നമുക്ക് അയണും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. എനിക്കൊന്ന് അത് പുറത്ത് തള്ളിയുന്ന കേവുകളിൽ നിന്ന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഓപ്പൺ ആയിട്ടുള്ള കേവുകളിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളൂ ഗൈസ്. പിന്നെ നമ്മൾ ഓൺ വോയിസ് അല്ല, അതായത് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴുള്ള വോയിസ് അല്ല ഗൈസ്. നിങ്ങൾക്കത് കേട്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ നമ്മുടെ ഗെയിമിൻ്റെ മ്യൂസിക് ഇച്ചിരി കൂടുതലായിരുന്നു. സോ അതുകൊണ്ടാണ്. സോ എന്നാൽ നമുക്കിനിയിപ്പം ഒരു ചെസ്റ്റ് ഉണ്ടാക്കി നമ്മുടെ ഐറ്റംസും കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ ആർമർ കാര്യങ്ങളൊക്കെ നമുക്കിനിയിപ്പം ഒന്ന് സോൾട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് സോൾട്ട് ചെയ്തിട്ട് വരാം. സോ ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് സോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫുൾ സെറ്റ് അയൺ ആർമർ ആക്കണം. എൻ്റെ നമ്മൾ സെക്കൻഡ് എപ്പിസോഡിൽ ഫുൾ സെറ്റ് അയൺ ആർമർ ആൻഡ് ഫുൾ സെറ്റ് അയൺ ടൂൾസ് ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്കൊരു ബേസ് കെട്ടണം. എന്തായാലും നമുക്ക് ബേസ് കെട്ടാനുള്ള പരിപാടിയിലേക്ക് നോക്കാം. നമുക്കിനിയിപ്പോൾ ഇവിടുത്തെ മരങ്ങളും കാര്യങ്ങളും ഒന്ന് വെട്ടണം. അപ്പോൾ എന്തായാലും സെക്കൻഡ് എപ്പിസോഡിൽ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും ഞാൻ ബേസ് കെട്ടാനുള്ള പരിപാടിയിൽ നോക്കട്ടെ. ഹലോ ഫ്രണ്ട്സ്, അപ്പം അങ്ങനെ ഫൈനലി നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ ഓക്കും കാര്യങ്ങളൊക്കെ തീർത്തു. ചെറിയൊരു എന്താ പറയുക, കുഴപ്പമില്ലാത്തൊരു വീട് നമ്മൾ പണിതിട്ടുണ്ട്. ഞാൻ ടൈം ലാപ്സും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു. പക്ഷെ അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഏകദേശം ടൈം ലാപ്സ് ഏകദേശം 5 കുറച്ചധികം ഉണ്ട്, ലെങ്ത്ത് കൂടുതലാണ്. സോ അപ്പോൾ പിന്നെ നമ്മളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടും. സോ എന്തായാലും നമുക്കിപ്പം വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പം
ഡേ 5 ആയിരുന്നു. ഇപ്പം ഡേ 19 ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇതാണ് നമ്മുടെ ബേസും കാര്യങ്ങളൊക്കെ. ഒരു ചെറിയൊരു ടിപ്പിക്കൽ ഹൗസ് അങ്ങനെയൊക്കെ പറയാം. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ പണിയാൻ നോക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മളൊന്നുകൂടി അടിപൊളിയാക്കി എടുക്കും. സോ എന്തായാലും നമുക്കിനിയിപ്പോൾ ഉള്ളിലേക്ക് കയറാം, ഇൻറ്റീരിയറും കാര്യങ്ങളും കാണിച്ചു തരാം. സോ ഓക്കെ, വലുതായിട്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കിപ്പം ഉള്ള ഒന്ന് ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ സ്റ്റോൺ കട്ടറും കാര്യങ്ങളും നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട്, പിന്നെ നമ്മുടെ ചെസ്റ്റും കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടില്ല. അതിന് ഐറ്റംസൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്, നമുക്കത് ചെയ്യണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ അതുപോലെ തന്നെ അതൊക്കെ ഇവിടെ വെച്ചു. പിന്നെ നമ്മുടെ ഫർണസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡൊന്നും വെച്ചിട്ടില്ല, ഒന്നും കുക്ക് ചെയ്യാൻ ഇട്ടിട്ടില്ല. ഓക്കെ, അതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്, നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ അപ്സ്റ്റെയർ ഇവിടെയാണ്. ഇതിങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ എന്താ പറയുക, ബെഡും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ബെഡ് എനിക്ക് തോന്നുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പാർട്ടീഷൻ ചെയ്തതാണ്. ഇതിപ്പം പ്ലെയിൻ ആയിട്ട് ഇവിടെ കിടക്കണ്ട, ഒരു സെപ്പറേറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് ഈ ബെഡ് നടുവിൽ കിട്ടാമല്ലോ, നടുവല്ലേ. ഓക്കെ, സോ ഓക്കെ, ഇപ്പോൾ അടിപൊളിയുണ്ടാവും. അവിടെ കിടക്കട്ടെ, അത് നമുക്ക് ഒന്നുകൂടി അടിപൊളിയാക്കി എടുക്കണം. പിന്നെ നമ്മൾ ഇവിടെ എന്താ പറയുക, ബാരൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു പ്ലേസ് ഇങ്ങനെ കിടക്കണം. അപ്പം ഇതെല്ലായിടത്തും ഇല്ല, ജസ്റ്റ് ഈ ഒരു ഭാഗത്ത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തെന്ന് മാത്രം. ഇത് ബാരൽ കൊടുത്തതെന്ന് വെച്ചാൽ നമുക്കിനി ഫുഡും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കാനുള്ളൊരു ടൈപ്പ്. പിന്നെ നമ്മുടെ എന്താ പറയുക, വീടിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെയാണ്. ജസ്റ്റ് ഒരു ബ്ലോക്ക് ബാക്കിലോട്ട് വന്നിട്ടാണ് നമ്മൾ പിന്നെ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ മേലെ ഇങ്ങനെയാണ് നമ്മൾ സ്ലാബ് വെച്ചിട്ട് മേൽക്കൂര സെറ്റ് ചെയ്തേക്കാണ് ഗൈസ്. ഓക്കെ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എല്ലാം ഇതിനകത്ത് തന്നെ ആയിക്കോട്ടെ. പിന്നീട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളും മാറ്റാം. ഇപ്പോൾ നമുക്ക് ഇവിടെ കിടക്കാൻ 4 ചെസ്റ്റ് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ളത് വെക്കണം. നമ്മുടെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് കൊണ്ടുവയ്ക്കണം. സോ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഡേ 20 നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തേക്കാണ്. ഏകദേശം 15 ദിവസം, മൈൻക്രാഫ്റ്റിലെ 15 ദിവസത്തെ റെക്കോർഡിംഗ് ആണ് ഗൈസ്. അത് നമ്മൾ നല്ലോണം സമയമെടുത്ത് തന്നെയാണ് വീഡിയോ ചെയ്തത്. കാരണം നമ്മൾ 2 ദിവസം ഞായറാഴ്ച എപ്പിസോഡ് ഇടേണ്ടതാണ്, പക്ഷെ അതിന് പറ്റിയില്ല. നമ്മൾ കുറച്ച് ലേറ്റായി. ഓക്കെ, ഞാൻ വീക്കിലി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. സോ എന്തായാലും അടുത്ത വീക്ക് വീഡിയോ കറക്റ്റ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നമുക്കൊരു പെറ്റുണ്ട് ഗൈസ്, ഇന്നിങ്ങനെ. സോ എന്തായാലും നിങ്ങൾക്ക് ഇതിന് പെറ്റിന് പേര് വല്ലതും സജസ്റ്റ് ചെയ്യാണ്ടെങ്കിൽ സജഷൻ ചെയ്യാം. ഓക്കെ, സോ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഡേ 20 സെക്കൻഡ് എപ്പിസോഡ്, ഡേ 20 ഫുൾ അയൺ ആർമർ, ഫുൾ അയൺ ടൂൾസ് ഒന്നുമില്ല ഗൈസ്. ആകെ സോള് മാത്രമായി, ബാക്കിയൊക്കെ പൊട്ടി. ഇനിയിപ്പോൾ മൈനിങ്ങും കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡൊക്കെ ആയിട്ട് പോകണം. അതിന് മുമ്പ് ഞാൻ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അതിനുള്ളിലേക്ക് ആക്കും. പിന്നെ ഇവിടെ കുറച്ച് ടെറാഫോമിങ് ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യണം. ഓക്കെ, എന്തായാലും 100 days ചാലഞ്ച് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും പൊളിച്ചടക്കാം. 100 days ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സോ എന്തായാലും അടുത്തൊരു പുതിയ വീഡിയോ ആയിരുന്നേക്കും. ബായ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് നമ്മുടെ വീടും അതുപോലെ തന്നെ പെറ്റിന് പേരൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി.